ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ കീർത്തിയെ പറ്റി കേട്ട ഹെറോദേസ് പെട്ടെന്ന് പേടിക്കുകയാണ്. സ്നാപയോനൻ ഉയർത്തു വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഹെറോദേസ് ശരിക്കും പേടിച്ച് എന്തിനായിരുന്നു? സ്നാപയോനനെ അല്ല പേടിച്ചിരുന്നു, മറിച്ച് അവന്റെ തന്നെ പാപത്തെയായിരുന്നു പേടിച്ച്. കാരണം ആ പാപം ഹെറോദേസിന് വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്നാപയോനനെ കൊന്നത് പാപമാണ് എന്ന് ഹെറോദേസ് മനസ്സിലാക്കിയിരുന്നു. അത് തെറ്റിപ്പോയെന്ന് ഹെറോദേസ് മനസ്സിലാക്കിയിരുന്നു. ആ കുറ്റബോധം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ കുറ്റബോധമാണ് സ്നാപയോനനെ പോലെ ജീവിക്കുന്ന വേറൊരാളെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ആക്റ്റീവായി ഇദ്ദേഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. സ്നാപയോനൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, അതുപോലെ തന്നെ പാപം പാപിയെ കാത്തിരിക്കുന്നു. ആ പാപം ഇദ്ദേഹത്തെ വേട്ടയാടുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഏറ്റുപറയാത്ത ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ മനസാക്ഷി ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുപറയാതെ കിടക്കുന്ന ഏതെങ്കിലും പാപം ഉണ്ടെങ്കിൽ ഒരു കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പാപമോചനം വാങ്ങാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.